ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പേ ടി എം ലോണിനെ കുറിച്ചാണ്. പേ ടി എം നമുക്ക് ലോൺ തരുമോ? എങ്ങനെ ആ ലോൺ എടുക്കാം? പലിശയുണ്ടോ? എന്തൊക്കെ പ്രൂഫ് വേണം ഈ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട്? ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് പേ ടി എം ആപ്പാണ് നമ്മുടെ ഫോണിൽ. പേ ടി എം ആപ്പ് ഇല്ലാത്തവർ അത് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്കത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പേ ടി എമ്മിൽ കയറിയ ശേഷം നമുക്ക് പേ ടി എം പോസ്റ്റ് പെയ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ആദ്യം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അതിലൊരു എമൗണ്ട് കാണാൻ കഴിയും. ഈ എമൗണ്ട് ഓരോ ആളുകളും വ്യത്യസ്തമായിരിക്കും. ഇവർ ഈ പേ ടി എം യൂസേജിനനുസരിച്ചിട്ടാണ് ഈ പേ ടി എം ലോൺ എമൗണ്ട് നമുക്ക് പേ ടി എം തരുന്നത്. ഈ പേ ടി എം ലോൺ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രൂഫും സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. ഈ പേ ടി എം ആപ്പിൽ ഈ പേ ടി എം പോസ്റ്റ് പെയ്ഡ് നമുക്ക് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ തുകകളായിരിക്കും അനുവദിക്കുക. എനിക്ക് പേ ടി എം അനുവദിച്ച തുക 2250 രൂപയാണ്. ഞാൻ ഈ കാശ് കൊണ്ട് കറണ്ട് ബില്ല് അടയ്ക്കുകയാണ് ചെയ്തത്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എടുക്കാൻ മറന്നൊരവസരത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് പേ ടി എം ആണ്. ഇതിൽ കുറച്ച് തുക വെച്ച് ഞാൻ എൻ്റെ കറണ്ട് ബില്ല് അടച്ചു. ബാക്കി എൻ്റെ പേ ടി എം പോസ്റ്റ് പെയ്ഡിൽ 4 രൂപ ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കി ഏകദേശം എനിക്ക് 2246 രൂപ മറ്റോ എനിക്ക് അടയ്ക്കേണ്ടതാണ്. ഇതിൽ യാതൊരുവിധ ഇൻട്രസ്റ്റോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ചിലവാക്കിയ തുക കറക്റ്റ് ഡ്യൂ ഡേറ്റ് നമ്മൾ അടച്ചിരിക്കണം. അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പേ ടി എം ഇൻട്രസ്റ്റ് വരും. അപ്പോൾ പിന്നെയും അതിൻ്റെ തുക കൂടി വരും. പിന്നെ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. 30 ഡേയ്സിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. അതായത് ഈ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ 1.5% നമ്മൾ അടയ്ക്കുക. ഇപ്പോൾ എനിക്ക് 2250 രൂപയാണെങ്കിൽ അതിൻ്റെ 1.5% ഒരു 30 സംതിങ് റുപ്പീസ് വരും. അത് നമ്മൾ അടച്ചാൽ നമുക്ക് 1 മന്ത് നമുക്ക് എക്സ്ട്രാ ഇത് കൂട്ടിക്കിട്ടും, നമുക്ക് ദിവസം കൂട്ടിക്കിട്ടും. അപ്പോൾ ഇപ്പോൾ ജനുവരിയിലാണ് ഡ്യൂ ഡേറ്റ് എങ്കിൽ ഫെബ്രുവരിയിൽ നമ്മൾ അടച്ചാൽ മതി. അങ്ങനൊരു ഓപ്ഷനും പേ ടി എം നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ കറക്റ്റ് ഡ്യൂ ഡേറ്റിന് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കൃത്യമായി അടയ്ക്കാൻ ശ്രമിക്കുക. ഇനി കയ്യിൽ തുകയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ 1.5% എമൗണ്ടെങ്കിലും അടയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പിന്നെയും കൂടിപ്പോകും. ഇത് ശരിക്കൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ അതേ രീതിയിലാണ് പേ ടി എം ചെയ്യുന്നത്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ നമുക്ക് നിരവധി പ്രൂഫുകളും കാര്യങ്ങളും ഒക്കെ വേണം. പക്ഷേ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതിൽ എമൗണ്ട് കുറവാണ്, ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്.